ശ്രീ പി മമ്മിക്കുട്ടി 11 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കും. സാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തിന് വേണ്ടി ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണക്കുകയാണ്. കേന്ദ്ര ഭരണാധികാരികൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ താരതമ്യം ചെയ്യുമ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ കണക്കുകൾ മാത്രമല്ല, സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല, രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെയും അത് അടയാളപ്പെടുത്തുകയാണെന്നർത്ഥം. ആ നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൻ്റെ അന്തസ്സത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ UDFകാർക്ക് അത് എങ്ങനെ നോക്കിയാലും കാണൂല. എന്താ ഈ ബഡ്ജറ്റ്, ഏതാ ബഡ്ജറ്റ്, ആർക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ ബഡ്ജറ്റ് നേരെ ചൊവ്വേ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 15,989.49 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലക്ക് സൗജന്യമായി ഏറ്റവും കൂടുതൽ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണല്ലോ കേരളം. ആരോഗ്യ മേഖലക്ക് 10,431.73 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടി 4,219.41 കോടി, വ്യവസായ വികസനത്തിന് 1,831.36 കോടി, ലൈഫ് പദ്ധതിക്ക് 1,160 കോടി, പൊതുവിദ്യാഭ്യാസത്തിന് 2,393.13 കോടി. ആ രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ ഈ മഞ്ഞക്കണ്ണട വെച്ചുകൊണ്ട് നോക്കിയാൽ ഇവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ക്ഷേമ പെൻഷന് 13,340 കോടിയാണെന്ന്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 2,063 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയും വളരെ കുറച്ച് ആളെ ഇപ്പോൾ ഉള്ളൂ, ബാക്കി അവർക്ക് വേണ്ടി 60 കോടി നീക്കി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലക്ക്, നെൽകൃഷിക്ക്, മറ്റ് കാർഷിക വിളകളുടെ പരിപാലനത്തിന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, ക്ഷീര വികസനത്തിന്, പച്ചക്കറി വികസനത്തിന്, ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ പൊതുവാണെന്നർത്ഥം. പൊതുവാണ്, പൊതുമേഖല, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനൊരു വാക്ക് നമ്മുടെ പാർലമെൻറ്റ് ബഡ്ജറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നർത്ഥം. ആ നിലയിലുള്ള ഒരു നിലപാടും സമീപനവും സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസനപരമായിട്ടുള്ള ഈ കാഴ്ചപ്പാടിലധിഷ്ഠിതമായ ബഡ്ജറ്റിനെ എതിർക്കുന്നവരോട് പറയാനുള്ളത്, ഉറങ്ങുന്നയാളെ സാധാരണഗതിയിൽ തട്ടി വിളിച്ചാൽ ഉറങ്ങുന്നയാൾ ഉറക്കം എഴുന്നേൽക്കും. പക്ഷേ ഉറക്കം നടിച്ചു കിടക്കുന്ന ആളുകളെ നമുക്ക് വിളിച്ചാൽ എഴുന്നേൽക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഉറക്കം നടിച്ചാൽ കിടക്കുന്നത് UDFകാർ എന്നർത്ഥം. ഈ നാട്ടിലുണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് സ്വീകരിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള സമീപനം നമുക്ക് നന്നായിട്ട് അറിയാമെന്നർത്ഥം. കേരളം എന്ന് പറയുന്നൊരു വാക്ക് പോലും അതിൽ വരാതിരിക്കാനും ആവശ്യമായ നിതാന്ത ജാഗ്രതയോട് കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്നർത്ഥം. കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് നേരിടുന്ന അവഗണന, സാമ്പത്തികമായ പ്രതിരോധങ്ങൾ, അതുപോലെ തന്നെ മതിയായ അർഹതപ്പെട്ട ധനകമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ള പണം നൽകാതിരിക്കൽ, GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നഷ്ടപരിഹാര തുക തരാതിരിക്കൽ, വിവിധങ്ങളായ ഗ്രാൻറ്റുകൾ സമയത്തിന് നൽകാതിരിക്കൽ, അങ്ങനെയൊക്കെയുള്ളൊരു നിലപാട് സ്വീകരിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമം നടക്കുമ്പോൾ നിങ്ങളാണ് കൊല്ലൂ, ഞങ്ങളാണ് നിന്നു തരാം എന്ന നിലപാടല്ല ഗവൺമെൻറ് സ്വീകരിച്ചത്. അവർ ഉയർത്തുന്ന വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ കേരള സമൂഹത്തെ സ്വന്തം കാലിൽ നിർത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലക്കാലമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, പിണറായിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്നർത്ഥം. ഒരിക്കലും ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കീഴടങ്ങുന്ന നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തനതായ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും നികുതി പിരിവ് വർദ്ധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ടുമാണ്
ആ നിലപാടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നികുതിയുടെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് കേട്ടു. നമ്മുടെ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂനികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 രൂപ നികുതി അടക്കാൻ തന്നെ വില്ലേജ് ഓഫീസിലേക്ക് പോകാൻ ആളുകൾക്ക് മടിയാണ്. മനസ്സിലായില്ലേ? ഒട്ടേറെ വർഷങ്ങളായിട്ട് കണക്കാക്കുന്നതാണെന്ന് അർത്ഥം. ആ 5 രൂപ 7.5 രൂപയാക്കിയാൽ ഇവിടെ എന്താ ആകാശം ഇടിഞ്ഞു പോവുമോ? അതുപോലെ തന്നെ ഭൂമിയുടെ വിസ്തൃതിക്കനുസരിച്ചുകൊണ്ട് ആ നികുതിയുടെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50% എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സംഖ്യയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തത് പോരാ, പണം വെച്ചത് പോരാ, വിഹിതം കിട്ടിയത് പോരാ, പിന്നെ എവിടുന്ന് കാശുണ്ടാക്കും? നോട്ടടിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടോ? നോട്ടടിക്കാനുള്ള സംസ്ഥാനത്തിനില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അർഹതപ്പെട്ട വിഹിതം പോലും തരുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയാവുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അല്പം നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ കാര്യം നടക്കുക? അതുപോലെ തന്നെ പാട്ടവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇളവ് കൊടുക്കേണ്ട കാര്യമാണ്. പാട്ടം നിജപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രയാസങ്ങൾ കാരണം യഥാർത്ഥത്തിൽ പിരിഞ്ഞു കിട്ടേണ്ട പാട്ടത്തിൻ്റെ തോതിനനുസരിച്ച് പണം കിട്ടുന്നില്ല. അതുകൊണ്ട് പാട്ടവ്യവസ്ഥ കണക്കാക്കിയത് ഒരു പുനരാലോചന നടത്തി അത് കുറക്കണമെന്ന് പറയുന്ന നിർദ്ദേശത്തെയും നമ്മൾ സ്വാഗതം ചെയ്യപ്പെടണമെന്നാണ് പറയുന്നത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മറ്റു ആളുകളും ഇപ്പോഴും സമർത്ഥിക്കുന്നത് കിഫ്ബി പദ്ധതിയെ സംബന്ധിച്ചാണ്. കിഫ്ബി പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് സ്വർഗതുല്യമാകും എന്നാണ് അവരുടെ ന്യായീകരണം. കിഫ്ബി ഇല്ലാത്ത കാലത്ത് ബഡ്ജറ്റിൻ്റെ വിഹിതത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വികസനം നടന്നിട്ടുണ്ടല്ലോ. 25 കൊല്ലവും 30 കൊല്ലവും ഒക്കെ തന്നെ MLA-മാരായി 50 കൊല്ലം MLA-മാരായിരുന്ന ആളുകളുണ്ട്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആളുകൾ, KM മാണി ഉൾപ്പെടെ ആൾ, അവരിപ്പോൾ ഇല്ല. പക്ഷേ അവരുടെ മണ്ഡലത്തിൽ 35 കൊല്ലം 40 കൊല്ലം 50 കൊല്ലത്തിലൊക്കെ തന്നെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണം നടത്തിയിട്ടുള്ള MLA-മാരും മന്ത്രിമാരായിരുന്ന ആളാണ്. അതിനുശേഷം ഇപ്പോൾ LDF വന്നപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ അത്രയും കാലത്തെ MLA-മാരുടെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള വികസനത്തിന് ലഭ്യമായിട്ടുള്ള ഫണ്ട് എത്ര, പണം എത്ര, എന്ത് വികസന പ്രവർത്തനം നടത്തി, കിഫ്ബി വന്നതിന് ശേഷം അവർക്ക് ലഭ്യമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ലഭിച്ച പണം എത്ര, അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ? കിഫ്ബി ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരേണ്ട പണം കിഫ്ബിയിലേക്ക് കൊണ്ടുകൊണ്ട് കേരളം വലിയ സാമ്പത്തിക കണിയിലാണെന്നാണ് പറയുന്നത്. ബഡ്ജറ്റിൻ്റെ ഭാഗമായി നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന വികസന പ്രവർത്തനം നടത്തിയ ആ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ അളവും തൂക്കവും കിഫ്ബി പദ്ധതി വന്നതിന് ശേഷം നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ അളവും തൂക്കവും പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യ ബോധം വരും എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ മറ്റു വിഷയങ്ങൾക്കും കടക്കുന്നില്ല. ആ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനത്തിൽ എല്ലാവരും പങ്കല്ലേ? ഇവിടെ പറയുന്നത് തറവാട്ട് സ്വത്തല്ല എന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു വാക്കൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ലോ. നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെൻറ്റും ഈ സമ്പത്തിനെ, അവരുടെ ഈ സോഴ്സിനെ, ഇന്ത്യ രാജ്യത്തിൻ്റെ വിഭവത്തെ ക്രമപ്രകാരം ഭരണഘടന അനുസരിച്ച്, ഫെഡറൽ തത്വങ്ങളനുസരിച്ച്, ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് വിധിക്കേണ്ടതല്ലേ? അങ്ങനെ വിധിക്കാതിരിക്കുമ്പോൾ ഇത് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തറവാട്ട് സ്വത്തല്ല എന്ന് പറയാൻ ആരും ഇവിടെ മുന്നോട്ട് വന്നില്ല. ഇതിവിടെ പറയാം, തറവാട്ട് സ്വത്തല്ല, എല്ലാവരുടെയും സ്വത്ത് തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും സ്വത്തും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ആ സ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന പ്രവർത്തനത്തിന് കണക്കെടുത്ത് പരിശോധിക്കുമ്പോഴും ഈ 2016 ശേഷം വന്ന ഈ ഗവൺമെൻറ് ഈ 8 കൊല്ലക്കാലം കൊണ്ട് നടപ്പാക്കിയ വികസനവും നിങ്ങൾ 30 കൊല്ലവും 35 കൊല്ലവും MLA-മാരായി മന്ത്രിമാരായി ഇരുന്നിട്ട് നടത്തിയ വികസനത്തിൻ്റെ തോതും കണക്കാക്കിയാൽ കിഫ്ബി പദ്ധതി ആവശ്യമാണ്, അത് നിലനിൽക്കണം, അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായത്തിലേക്ക് നിങ്ങൾക്കും എത്തേണ്ടി വരും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നിർത്തും. മറ്റൊന്ന്, ഇവിടെ ഈ തറക്കല്ലിനെ സംബന്ധിച്ച തറക്കല്ല് പലയിടത്തിട്ടുണ്ട് ആളുകളൊക്കെ. തറക്കല്ല് എന്ന് പറഞ്ഞാൽ സർവേ കല്ല് മാതിരി കിടക്കുകയാണ്. തറക്കല്ല് ഒന്നും ചെയ്യില്ല. തറക്കല്ല് പിന്നീട് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. ഭരണപരമായ കാര്യങ്ങളുണ്ട്, സാമ്പത്തികപരമായ കാര്യങ്ങളുണ്ട്, നിയമാനുസൃതമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുമ്പോഴല്ലേ ഒരു പദ്ധതി നിർവഹണത്തിലേക്ക് എത്തൂ. നിങ്ങൾ തറക്കല്ലിട്ടാലോ? ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയുള്ള തറക്കല്ലിട്ടിട്ടുണ്ട്. വല്ലതും നടന്നോ? ഇവിടെ വിഴിഞ്ഞ തറക്കല്ലിട്ട് ആയിക്കോട്ടെ, തറക്കല്ല് അവിടെ കിടന്നില്ല. തുടർന്ന് വന്ന ഗവൺമെൻറ് അത് അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയെന്നാണ് പറയുന്നത് അല്ലേ? ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും, സ്ഥലമില്ലാത്തടത്ത് അല്ല. നമ്മുടെ അവിടെയൊക്കെ തന്നെ വരുമ്പോൾ ഹൈസ്കൂൾ ഗ്രൗണ്ടോ മറ്റ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ കുന്നുപുറത്താണെങ്കിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അപ്പോൾ കണ്ണൂർ വിമാനത്താവളം ഞങ്ങൾ കൊണ്ടുവന്നു അവിടെ ഹെലികോപ്റ്റർ ഇറക്കിയെന്നാണ് പറഞ്ഞത് അല്ലേ?
ഇതൊക്കെ പറയുന്നതിനൊരു അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ന്യായം വേണ്ട ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറയണ്ടേ? അതിൽ കൂട്ടായ പ്രവർത്തനം ഉണ്ടെന്ന് നമുക്ക് പറയണം, അതിലൊന്നും തർക്കമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും നടന്നില്ല. കാർഷിക മേഖലയിലെ പ്രയാസം, ആന, വന്യമൃഗങ്ങളില്ലേ, വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കേന്ദ്ര നിയമം ഉണ്ടാക്കിയത് നിങ്ങളാണ് അല്ലേ? അതിന് മാറ്റം വരാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ. ഇവിടെ രാവിലെ പട്ടിയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പട്ടി വിഷബാധ നല്ല കാര്യം തന്നെയാണ്, തൊടാൻ നിവൃത്തിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ വക്താക്കൾ ഇപ്പോൾ വന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് പറയുന്നത് ശരിയല്ല എന്നർത്ഥം. വന്യമൃഗങ്ങളുടെ ആപത്തുണ്ട്, അപകടമുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വലിയ വിഷമം അദ്ദേഹം പറഞ്ഞു. റബ്ബർ കൃഷിക്കാരെ മറ്റ് കൃഷിക്കാരെയൊക്കെ അവർ പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളെ കുത്തുവാളടിപ്പിക്കുന്നതിന് സഹായകരമായ നിയമമല്ലേ ഘാട്ട് കരാറ്? ഘാട്ട് കരാർ ഉണ്ടാക്കിയതാരാണ്? ആസിയാൻ കരാറിൽ ഒപ്പിട്ടതാരാണ്? ഈ കാർഷിക മേഖലയെ മുച്ചൂടും തകർക്കുന്ന അല്ലേ, കൃഷിക്കാരെ തകർക്കുന്ന, നാണ്യവിളകളെ തകർക്കുന്ന ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ആസിയാൻ കരാർ അപകടകരമാണ്, ഘാട്ട് കരാർ അപകടമാണ്, അതിൻ്റെ പിന്നിൽ കാണാചരണുണ്ടെന്ന് പറഞ്ഞു. അന്നൊക്കെ തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കരാറൊപ്പ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ. അപ്പം അതിൻ്റെ ദോഷം വരുന്നുണ്ട്. ആ ദോഷം വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് തടഞ്ഞു നിർത്താൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ തടഞ്ഞു നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിമർശനപരമായിട്ട് പറയാമെന്നാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഐക്കോൺസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ തന്നെ ഷൊർണൂരുണ്ട്. ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് ഐക്കോൺസ്. ദക്ഷിണേന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ ആ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും വലിയ സ്ഥാപനമാണ്. അതൊരു സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനം എന്ന നിലക്കുള്ള പരിമിതി ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഗ്രാൻറ്റ് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ വിഹിതമായി തിരുവനന്തപുരത്തിനും ഷൊർണൂരിനും വേണ്ടി 7.5 കോടി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം, സ്വാഗതം ചെയ്യുകയാണെന്ന് അർത്ഥം. പക്ഷേ 15 കൊല്ലവും 20 കൊല്ലമാരൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുണ്ട്. അവർക്കൊരു മിനിമം വേജസ് പോലും കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അതിന് പ്രവർത്തനം കുറെയെങ്കിലും മെച്ചപ്പെടുത്താൻ ആവശ്യമായ രീതിയിലുള്ള നോൺ പ്ലാൻ ഇനത്തിൽ ഫണ്ട് അനുവദിക്കണം എന്നാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ MTക്ക് ഒരു സ്മാരകം ഉണ്ടാക്കാൻ, തുഞ്ചൻപറമ്പിൽ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിൽ വന്നിട്ടുണ്ട്. സ്വാഗതാർഹമാണ് എന്ന കാര്യം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ചെർപ്പളശ്ശേരി വളർന്നു വരുന്ന വലിയൊരു പട്ടണമായി മാറുകയാണ്. ഒരു വർഷത്തിൽ 8-10 തീ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക തീ പിടിക്കുന്ന അവസ്ഥയുണ്ട്, തീ കത്തുന്ന അവസ്ഥയുണ്ട്. ഒരു കഴിഞ്ഞ 2 കൊല്ലക്കാലത്തിലടക്കം തന്നെ 16ഓളം സന്ദർഭങ്ങളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. വലിയ പട്ടണമായി വളർന്നു, വലുതായി വരുന്നു. പെട്രോൾ പമ്പുകളുണ്ട്, സ്കൂളുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. ആ ചെർപ്പളശ്ശേരി ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സ്ഥലമുണ്ട്. അവിടെ ഒരു ഫയർ സ്റ്റേഷനും ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായകരമായ നിലപാട് കൂടി സ്വീകരിക്കണം. കർഷക തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിശ്ശിക നമ്മൾ വരുത്തിയല്ല, നേരത്തെ UDF വരുത്തിയാണ്. നമ്മൾ വരുമ്പോൾ കുടിശ്ശിക തീർത്തു കൊടുക്കും. കുടിശ്ശിക ധാരാളം ഉണ്ട്. 20 കോടി വെച്ചത് നല്ല കാര്യം. ആ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം, നടത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ ഏതെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും അല്പം വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ളൊരു തീരുമാനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ സമൂലമായ വികസനത്തിന് വേണ്ടി, നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയാണ് എന്നുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ജീവനക്കാർ മാത്രം സുഖിക്കേണ്ട ഉമ്മൻചാണ്ടി, ജീവനക്കാരുടെ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി പറഞ്ഞു ജീവനക്കാർ മാത്രം സുഖിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ ആർക്കുമാകില്ല. ഉമ്മൻചാണ്ടി ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല. അന്നത്തെ ധനമന്ത്രി ആര്? ശങ്കരനാരായണൻ. അധ്യാപകർ 150 ദിവസവും ജോലി ചെയ്ത് 365 ദിവസത്തെ ശമ്പളം വാങ്ങുന്നു ആന്റണി. അധ്യാപകർ 150 ദിവസം പണിയെടുത്ത് 365 ദിവസം ശമ്പളം വാങ്ങാണ്. അതിൻ്റെ കണക്കുകളുണ്ട്. ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല എന്ന് അന്നത്തെ ധനമന്ത്രി ശങ്കരനാരായണൻ. അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ജീവനക്കാർ മാത്രം സൂക്ഷിക്കേണ്ട ഉമ്മൻചാണ്ടി അല്ലേ? ഇതൊക്കെ അവർ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കാലത്ത് നടത്തിയ പ്രസ്താവനകളുടെ കോപ്പിയാണ്. ഇതുകൂടി ഒന്ന് ഓർക്കണം UDF എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു.